ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് എത്രത്തോളം ആഴത്തിൽ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഏത് തരത്തിലുള്ള ഒരു പ്രശ്നത്തിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല സൺ കാർഡിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഒരു ചേഞ്ച്, അത്യാവശ്യം നല്ലപോലൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റിയാണ്, ഒരു സാധ്യതയെ കാണുന്നുണ്ട് ഇവിടെ. കാരണം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ അത്രയധികമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർമ്മകളുണ്ട് എന്നുള്ളതാണ്. നയൻ ഓഫ് സ്വാർട്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറേയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലായിരിക്കെ തന്നെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പല കാര്യങ്ങളിലായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ റിലീജിയൻ, കാസ്റ്റ് വൈസ് എന്തൊക്കെയോ പല കാരണങ്ങൾ കൊണ്ടിട്ട് ഈ ഒരു വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിലും കുറേ കൂടി സ്ട്രെങ്ത് തന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് കഴിയാതെ വന്നിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ അന്നേരമൊക്കെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഭയങ്കര ഒരു ലോസ് ഫീലിംഗ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് തെറ്റായിട്ടുള്ള ഡിസിഷൻസ് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് പോലും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് ഇപ്പോഴും അവർ ഒരുപാട് വിഷമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പോൾ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളായിരുന്നിരിക്കെ എന്ത് തന്നെയാണെങ്കിലും തെറ്റായിട്ടുള്ള ഡിസിഷൻസ് അവർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടോ. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അങ്ങോട്ട് ആരെ വിശ്വസിക്കണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഓക്കെ ആവുന്നില്ല, ഇനി ഒന്നും ലൈഫിൽ ഒരു രീതിയിലും ഒരു ഡിസിഷൻ എടുക്കണ്ട, ഇനി ഇൻ കേസ് എടുത്താൽ തന്നെ അത് അട്ടർ ഫ്ലോപ്പായി പോകും എന്നുള്ള ഒരു ധാരണയാണ് ആ ഒരു വ്യക്തിക്കുള്ളത്. കാരണം ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ലോസ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്താലാണ് ഓക്കെ ആവുന്നത്? ഇനി ലൈഫിൽ എന്ത് ചെയ്താലും അതിനി ഫ്ലോപ്പായി പോവോ? എന്നുള്ള ഒരു ചിന്ത, ഭയങ്കര പേടിയാണ് ഇവർക്കുള്ളത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയൊക്കെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും പല കാര്യത്തിനും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുത്തിട്ടുള്ളത്. മേ ബി അത് ഫിനാൻഷ്യലി ഉള്ള ഡിസിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡിസിഷൻസ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്താൽ കൂടിയും അതെല്ലാം തന്നെ ഒരു ലോസ് ആയിട്ട് മാറുകയും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം അല്ല അതിൽ നിന്നൊന്നും തന്നെ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇനി എന്തെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം അത്രത്തോളം അവർക്കൊരു വിഷമം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്തും അവർ ഇനി യൂണിവേഴ്സായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കട്ടെ, അല്ലെങ്കിൽ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഇനിയും അവർക്ക് ഇപ്പോഴൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇനി അങ്ങോട്ട് എന്ത് തന്നെ ആണെങ്കിലും യൂണിവേഴ്സായിട്ട് തന്നെ അവർക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണോ അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അതിൽ നിന്നൊക്കെ തന്നെ ഒരു ചേഞ്ച് വരാനായിട്ട് യൂണിവേഴ്സ് അവർക്ക് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇനി ഒരു നല്ല കാലം വരും എന്ന് അവർ ഈ ഒരു അവസ്ഥയിൽ പോലും അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ചില സമയത്ത് അവർക്ക് തോന്നും ഇനി ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കും. അന്ന് അവരുടെ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. മേ ബി ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതലായിട്ട് വിശ്വസിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, എല്ലാവരുടെയും വാക്കുകൾ പെട്ടെന്ന് വിശ്വസിക്കുന്ന അത്തരം ഒരു നേച്ചറായിരിക്കാം. സോ അതുകൊണ്ടൊക്കെ തന്നെ അവർ നല്ലതെന്ന് കരുതി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്കെതിരായിട്ട് തന്നെ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഒരു അവർക്ക് ലോസ് ഫീലിംഗ് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ നല്ലതെന്ന് കരുതിയിട്ടായിരിക്കണം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ തന്നെ അത് അവർക്കൊരു ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പേജ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി ആയിക്കോട്ടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടു ഓഫ് കപ്സിൻ്റെ എനർജി ആയിക്കോട്ടെ ഒരു അൺകണ്ടീഷണൽ ലവ്, നിങ്ങളുമായിട്ട് ഇനിയും ഒരു റീയൂണിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ പഴയതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ളവരായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാരേജിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഇനി മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ തന്നെ വീണ്ടും എല്ലാ പ്രശ്നങ്ങളും മാറി വീണ്ടും സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോകണം എന്ന് അതിയായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വ്യക്തി എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫിൽ എടുത്തിട്ടുള്ള
നിങ്ങൾ റിലേഷൻഷിപ്പ് വരുന്ന സമയത്തായിക്കോട്ടെ ഒക്കെ തന്നെ ഈ ഒരു വ്യക്തി എടുത്തിട്ടുള്ള പല കാര്യങ്ങളും അവർക്കിപ്പോൾ ഒരു തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഫിനാൻഷ്യലി ഉള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, കരിയറിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, ഇവർ നല്ലതെന്ന് കരുതിയിട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് തന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ലോസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ടുവേഴ്സ് വാട്സ് എനർജി പോലും പറയുന്നത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതിപ്പോൾ കൂടുതൽ പേർക്കും ഇതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസും കരിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാം. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ എടുത്തിട്ടുള്ള പല ഡിസിഷൻസും തെറ്റായി പോയിട്ട് തിരിച്ച് അവർക്ക് തന്നെ ഒരു ഒരു ബർഡനായിട്ട് വന്നിട്ടുള്ളതാണ്. സോ അത്തരം ഒരു എനർജിയാണ് കൂടുതൽ പേർക്ക് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കണ്ണ് മൂടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്ന അവസ്ഥ. കാരണം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ഇനി ലൈഫ് സ്മൂത്ത് ആവുന്നത് എന്നൊന്നും തന്നെ ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് പോലും അവരുടെ ലൈഫ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതലും അവർ ദൈവത്തിൽ അർപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ പലപ്പോഴും അവർക്ക് ഡബിൾ ആയിട്ടുള്ളൊരു മൈൻഡ്, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ് തുടക്കത്തിലേ കിട്ടിയിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഈ മുന്നോട്ട് വരണം എന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ സാധ്യമാവാത്തൊരവസ്ഥ. അവരിനിയും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, അവർ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നല്ലതെന്ന് കരുതി ഓരോ ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വീണ്ടും അത് അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം അവർ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോകുന്നത്. ഇനി അവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള മറ്റുള്ള പല കാര്യങ്ങളായിക്കോട്ടെ, ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ അവർ തന്നെ മുന്നോട്ട്, അവർ അത് ആലോചിച്ച് നോക്കുന്ന സമയത്ത് എല്ലാം ഓക്കെയാണ്, കറക്റ്റാണെന്ന് അവർക്ക് തോന്നുമെങ്കിലും ആ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പരിണിത ഫലം എന്നോണം വരുന്നത് മുഴുവൻ ഇവർക്കെതിരെയുള്ള ഒരു കാര്യങ്ങളായിട്ടാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കണം അവർക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അവർ. എന്നാലും ഇവിടെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളത് സൺ കാർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ഒരു ന്യൂ ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. സോ അത്രത്തോളം ഒരു ആ ഒരു കാര്യത്തിൽ ഒരു എനർജി ഇവിടെ കിട്ടുന്നത് അങ്ങനെയാണ്. ഒരു ചേഞ്ച് എന്തായാലും വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ അവരിപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത്ര ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ മാറണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഒരു റീവർത്ത് വേണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സോ അത് തന്നെയാണെങ്കിലും ഒരു ചേഞ്ച് ആണ് ഇവിടെ കാണുന്നത്. ഫ്യൂച്ചറിൽ ഒരു ചേഞ്ച് വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതൊരു രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, വളരെ വളരെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ആയിക്കോട്ടെ എന്ന് തന്നെയാണെങ്കിലും, ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു സ്ട്രെങ്ത് ഇല്ലായ്മ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെങ്ത് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെങ്ത്, ഇനിയുള്ള ഒരു ഫ്യൂച്ചർ എനർജി നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, ഒരു ന്യൂ ബിഗിനിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത്തും ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഒരു സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലവേഴ്സ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളായിക്കോട്ടെ ഈ ഒരു വ്യക്തി ആയിക്കോട്ടെ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഇനിയും ഒരു റിയൂണിയൻ ഉണ്ടാവണമെന്ന് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ പുറമേ ചിലപ്പോൾ ഇപ്പോൾ ഒരു, അതായത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ ചേസ് ചെയ്യോ, അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് പുറമേ നിങ്ങൾ ആരോടും ചോദിച്ചറിയാനും ഒന്നും തന്നെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾ മനസ്സുകൊണ്ട് ഇവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ തിരികെ വരണം. നിങ്ങൾ പകൽ സമയത്ത് പോലും ഒരുപാട് ഡ്രീം കാണുന്നുണ്ടായിരിക്കാം. ഇവരുമായിട്ട് ഒന്നിച്ചുള്ള ഓരോ മൊമെൻറ്റുകളും ഒക്കെ തന്നെ നിങ്ങളും ഓർക്കുന്നുണ്ടായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഒരു റീയൂണിയൻ അതിയായിട്ട് അവരായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് വീണ്ടും കിട്ടുന്നത്.